ബിഗ് ബോസ് മലയാളം സീസൺ 6 ബന്ധപ്പെട്ടുകൊണ്ട് 2 പ്രൊമോ വീഡിയോ ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ ടിക്കറ്റ് ടു ഫിനാലയുടെ 8ാമത്തെ ടാസ്ക് ആയിട്ടുള്ള മുഖമുദ്ര എന്ന് പറഞ്ഞ ടാസ്കിനെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു 2 പ്രൊമോ വീഡിയോ വന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തെ പ്രൊമോ എന്ന് പറയുന്നത് അഭിഷേകും ജിൻഡോയും തമ്മിൽ ഒരു കയ്യാങ്കളിയിലേക്ക് വരുന്നതാണ്. നല്ല രീതിയിൽ അതൊരു ഫിസിക്കൽ അസോൾട്ട് എന്നുള്ള രീതിയിൽ തന്നെ മാറുന്നുണ്ട്. എല്ലാ കണ്ടസ്റ്റൻസും അവരെ പിടിച്ചു മാറ്റാനും അതുപോലെ തന്നെ ബിഗ് ബോസ് എല്ലാം അവസാനിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം വന്നിരിക്കുന്ന ഒരു പ്രൊമോ സിജോയും ജാസ്മിനും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ്. ഏറ്റവും അവസാനം ഈ ഒരു കണ്ടസ്റ്റൻസിന് കൊടുത്തിരിക്കുന്ന ബോർഡും അതുപോലെ തന്നെ ഒരു സീലുമാണ് ഈ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് കണ്ടസ്റ്റൻസിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വന്തം ബോർഡിനെ സംരക്ഷിച്ചുകൊണ്ട് മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ ബോർഡിൽ ഈ സീല് കൊണ്ടുപോയി പ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ടാസ്ക്. അപ്പൊ ഏറ്റവും അവസാനം എത്ര പേരാണ് ഏറ്റവും കൂടുതൽ സീല് പ്രസ് ചെയ്തത് എന്നുള്ള കാര്യം നോക്കാനായിട്ട് ബിഗ് ബോസ് പറയുന്ന സമയത്ത് ജാസ്മിനും സിജോയും തമ്മിൽ ഏറ്റവും അവസാനത്തെ ആ ഒരു വാല്യുവേഷനിൽ ഒരു അടി അവിടെ സംഭവിക്കുന്നുണ്ട്. നല്ല രീതിയിൽ അതൊരു വലിയൊരു ഫൈറ്റ് ആയിട്ട് ജാസ്മിൻ നല്ല കട്ടക്കലിപ്പിൽ വരുന്നുണ്ട്. സിജോ ഞാനാണ് ക്യാപ്റ്റൻ, കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചോളാം എന്നുള്ള രീതിയിൽ സിജോ പറയുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും 2 പ്രൊമോ വീഡിയോയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്നത് ആദ്യം വന്ന ആ ഒരു പ്രൊമോയെ പറ്റിയാണ്. ഇപ്പൊ നല്ല രീതിയിൽ തന്നെ ചർച്ചയാവുന്നുണ്ട് ജിൻഡോ പുറത്തായി, അഭിഷേക് പുറത്തായി എന്നുള്ള കാര്യം. ഇതുവരെയും അങ്ങനെ ഒരു സംഭവം ബിഗ് ബോസ് ഹൗസിൽ സംഭവിച്ചിട്ടില്ല. നമ്മൾ അതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല. ആരും ഇതുവരെ പുറത്തായിട്ടില്ല. അപ്പൊ എന്തൊക്കെയാണെങ്കിലും പ്രൊമോ അനുസരിച്ചുകൊണ്ട് ഈ പറയുന്ന അഭിഷേകിന്റെ ബോർഡിൽ സീല് പതിപ്പിക്കാനായിട്ട് ചെന്ന ജിൻഡോയെ അഭിഷേക് ഇങ്ങനെ ഫ്രണ്ടിൽ കയറി നിന്നു, ജിൻഡോയെ ഉന്തി മാറ്റി അങ്ങോട്ട്. അപ്പൊ ജിൻഡോ നമുക്കറിയാം, ജിൻഡോ ബോഡി ബിൽഡർ ആണ്, നല്ല ശക്തിയുള്ള ഒരാളാണ്. അപ്പൊ അഭിഷേകിനെ തള്ളി മാറ്റിക്കൊണ്ട് അഭിഷേകിന്റെ ബോർഡിൽ ചെന്നുകൊണ്ട് ഈ പറയുന്ന ജിൻഡോ സീല് വെക്കാനുണ്ടായത്. അതിനോടനുബന്ധിച്ച് അഭിഷേകും ജിൻഡോയും തമ്മിൽ ഒരു ഉന്തും തള്ളും ഉണ്ടാവുന്നു. ഈ പറയുന്ന ജിൻഡോയെ അഭിഷേക് പിടിച്ച് തള്ളുന്നു. ജിൻഡോ അടിയിൽ വീഴുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു കട്ടിങ് വന്നു. ആ ഒരു പ്രൊമോ വീഡിയോയിൽ ഒരു കട്ടിങ് വരുന്നു. പിന്നെ കാണുന്നത് ബോർഡിന്റെ ബാക്കിലേക്ക് അഭിഷേക് വീഴുന്നതാണ്. അപ്പോൾ ആരോ പിടിച്ച അഭിഷേകിന് ആ സമയത്ത് ചിലപ്പോൾ കണ്ടസ്റ്റൻസ് എല്ലാവരും പിടിച്ചു മാറ്റിയപ്പോൾ സ്ലിപ്പായി വീണതായിരിക്കാം, അല്ലെങ്കിൽ ജിൻഡോയുടെ ഭാഗത്ത് നിന്ന് ഒരു ഫിസിക്കൽ അസോൾട്ട് അവിടെ ഉണ്ടായിരുന്നിരിക്കാം. എന്തൊക്കെയാണെങ്കിലും ജിൻഡോയെ പിടിച്ച് അഭിഷേക് തള്ളുന്നത് വ്യക്തമായിട്ട് പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. ഇതൊരു ടാസ്കിന്റെ ഭാഗമായതുകൊണ്ട് ആരെങ്കിലൊക്കെ പുറത്താക്കുന്ന രീതിയിൽ ഇത് വന്നെത്തുമോ എന്നുള്ള കാര്യം നമുക്ക് ഇതുവരെ അറിയില്ല. എന്തൊക്കെയാണെങ്കിലും പ്രൊമോ വീഡിയോ അനുസരിച്ച് വലിയ ഒരു ഫൈറ്റാണ് ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാകുന്നത്. ഒരു ഫിസിക്കൽ അസോൾട്ട് എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഏറ്റവും അവസാനം ബിഗ് ബോസ് തന്നെ വലിയ ശബ്ദത്തിൽ എല്ലാം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞ് അനൗൺസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കണ്ടസ്റ്റൻസിന്റെ ഫേസ് നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പാനിക് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഫൈറ്റ് അവിടെ തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട്. ടാസ്കിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ പുറത്താക്കൽ എന്നുള്ളൊരു രീതിയിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും അത് കണ്ടറിയേണ്ടത് തന്നെയാണ്. എന്തായാലും ഒരു ഫിസിക്കൽ അസോൾട്ട് ബിഗ് ബോസ് ഹൗസിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ വന്നിരിക്കുന്ന പ്രൊമോ വീഡിയോ കണ്ട് ഒരുപാട് പേര് പാനിക് ആയിട്ടിരിപ്പുണ്ട്. ജിൻഡോ പുറത്തായി എന്നുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ അഭിഷേക് പുറത്തായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളും കേട്ടുകൊണ്ട് ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ഒരുപാട് പേര് നമ്മളോട് കമന്റുകളായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ നമ്മൾ അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞിട്ടില്ല. ഈ ഒരു പ്രൊമോ വീഡിയോ മാത്രമാണ് അടിസ്ഥാനമായിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി അറിയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്നില്ലെങ്കിൽ അഭിഷേക് ജിൻഡോയെ ആക്രമിച്ചിട്ടുണ്ടാകാം. അത് പ്രൊമോ വീഡിയോയിൽ ചെറിയ തോതിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ബോർഡിന് ബാക്കിലേക്ക് അഭിഷേക് വീഴുന്നതും പ്രൊമോയിൽ എടുത്ത് കാണിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ബിഗ് ബോസ് അവസാനിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ജിൻഡോ ഇങ്ങനെ കൈ ചൂണ്ടി നിൽക്കുന്നതും ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസും കൂടി ജിൻഡോയെ വട്ടം കയറി പിടിച്ചിരിക്കുന്നതും എല്ലാം കാണിക്കുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ജിൻഡോ അഭിഷേകിനെ ആക്രമിച്ചതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ 2 പേരും ഒരു ഫിസിക്കൽ അസോൾട്ട് എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ എപ്പിസോഡിലായിരിക്കും കുറച്ചുകൂടി നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നത്. ഇതുവരെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ആരും പുറത്താകുന്ന രീതിയിലൊരു കാര്യമൊന്നും ബിഗ് ബോസിൽ സംഭവിച്ചിട്ടില്ല. അങ്ങനെയുള്ള കുറേ ന്യൂസും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഫേക്കാണ്. ഇതുവരെ ആരും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിട്ടില്ല. അതുപോലെ തന്നെ 2ാമത്തെ പ്രൊമോ നമ്മുടെ ജാസ്മിനും സിജോയും തമ്മിലുള്ള ഒരു ഫൈറ്റ്. ഇന്നത്തെ ഈ പറയുന്ന സീല് പ്രസ് ചെയ്യുന്ന ആ ഒരു ടാസ്കിനിടയിൽ തന്നെ ജാസ്മിനും ഈ പറയുന്ന സിജോയും തമ്മിൽ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇതിന്റെ വാല്യുവേഷൻ വന്ന സമയത്തും ജിൻഡോയും ജാസ്മിനും തമ്മിൽ ഫൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി മുന്നോട്ട് പോകുന്ന നാളുകളിൽ ഈ പറയുന്ന പോലെ കൂട്ടുകാരോ അല്ലെങ്കിൽ ഇത്രയും നാൾ അവരെ സപ്പോർട്ട് ചെയ്ത് നിന്ന കണ്ടസ്റ്റൻസ് ഇനി സപ്പോർട്ട് ചെയ്യുമെന്നൊന്നും അറിയില്ല. കാരണം ടിക്കറ്റ് ടു ഫിനാലെ അവസാനിച്ച് ഇപ്പോൾ ഫിനാലയിലേക്ക് പോവുകയാണ് എല്ലാവരും. അപ്പൊ സ്വന്തം കാര്യം സിന്താവ എന്നുള്ള രീതിയിലേക്ക് വരാനായിട്ടാണ് ഇപ്പൊ സാധ്യത കാണുന്നത്. എന്തൊക്കെയാണെങ്കിലും കട്ടക്കലിപ്പിൽ നിൽക്കുന്ന സിജോയെയും ജാസ്മിനെയും അതുപോലെ തന്നെ ഒരു കയ്യാങ്കളിയിലേക്ക് പോയിരിക്കുന്ന അഭിഷേകിനെയും ജിൻഡോയെയും കാണിച്ചിട്ടാണ് ഇന്നത്തെ പ്രൊമോ വീഡിയോ 2 അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അതിന് മുന്നേ ബിഗ് ബോസ് ഹൗസിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെ ആരും പുറത്തായതായിട്ടും അതുപോലെ തന്നെ ആർക്കും വലിയ രീതിയിലൊരു വാർണിംഗ് കിട്ടിയതായിട്ടും നമ്മൾ അറിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചില സംഭവങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ നടക്കാൻ സാധ്യതയുണ്ട്. കാരണം ബിഗ് ബോസ് വരെയും വളരെ വലിയ ശബ്ദത്തിലാണ് എല്ലാം അവസാനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ചില സംഭവങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ അരങ്ങേറാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും അതിനെപ്പറ്റി നമുക്ക് കൺഫേം ഒന്നുമല്ല. തീർച്ചയായിട്ടും അതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്